1944 മല്ലപ്പള്ളി ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് പാസ്റ്റർ PN തോമസ് രക്ഷിക്കപ്പെട്ടത്. അന്നു തൊട്ട് സുവിശേഷ വേലയ്ക്കുള്ള ഭാരം തന്നെ അലട്ടിക്കൊണ്ടിരുന്നു. 1947 ഒരു വലിയ സാമ്പത്തിക തകർച്ച മൂലം പുന്നവേലിയിലുള്ള തങ്ങളുടെ വസ്തു വിറ്റ് ഒരു ചെറിയ വീട്ടിലേക്ക് താമസം മാറ്റി. അപ്പനും അമ്മയും 7 മക്കളും അടങ്ങുന്ന ആ വലിയ കുടുംബം വളരെ ബുദ്ധിമുട്ടിൽ കഴിയുന്ന സമയമായതിനാൽ വീട്ടിലുള്ളവരെ സഹായിപ്പാനായി പുന്നവേലി ഇംഗ്ലീഷ് സ്കൂളിൽ അധ്യാപകനായി താൻ ജോലിയിൽ പ്രവേശിച്ചു. എന്നാൽ സുവിശേഷ വേലയിലായിരുന്നു തോമസിൻ്റെ ശ്രദ്ധ മുഴുവൻ. വടക്കേ ഇന്ത്യയിൽ സുവിശേഷം പറയണമെങ്കിൽ ഹിന്ദി പഠിക്കണമായിരുന്നു. ഇതിനായി 1 വർഷത്തെ അവധിയെടുത്ത് കോട്ടയത്തുള്ള കേരള ഹിന്ദി ട്യൂട്ടോറിയൽ കോളേജിൽ ഹിന്ദി വിദ്വാന് പഠിക്കുവാൻ തുടങ്ങി. ആ സമയത്ത് അവരുടെ സ്വന്തത്തിൽപ്പെട്ട കല്ലുപാലത്തിങ്കൽ KV തോമസ് എന്നയാളിൻ്റെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. യാക്കോബക്കാരനായ അവരുടെ ഭവനത്തിലും താൻ മുമ്പ് ചെയ്യാറുണ്ടായിരുന്നത് പോലെ ഒരു കൂട്ടായ്മ ആരംഭിച്ചു. ഇതുമൂലം ആ കുടുംബത്തിലുള്ളവരും അവരുടെ സ്വന്തക്കാരായി സമീപത്തുമുണ്ടായിരുന്ന പല ആളുകളും രക്ഷിക്കപ്പെടുവാനിടയായി. ഒരു ദിവസം സന്ധ്യയ്ക്ക് തോമസ് തിരുനക്കര മൈതാനത്തിനു സമീപം നടക്കുമ്പോൾ മൈതാനത്തുള്ള വലിയ ആൾക്കൂട്ടത്തിനിടയിൽ മൈക്കിൽ കൂടെ ആരോ ഇമ്പമായി പാടുന്നത് കേട്ടു. അത് ഇപ്രകാരമായിരുന്നു: കമ്പും കഴിഞ്ഞ് ബജറയോളം മൈലോയും പോയി, ഇനി ആരാണോ എന്നിങ്ങനെയുള്ള പാട്ടായിരുന്നു താൻ പാടിക്കൊണ്ടിരുന്നത്. കമ്മ്യൂണിസ്റ്റുകാരുടെ മീറ്റിംഗിൽ PT പുന്നൂസ് പ്രസംഗിക്കുന്നതിന് മുമ്പ് ആളുകളെ ആകർഷിക്കുവാൻ പാട്ട് പാടുകയായിരുന്നു. മധുരമായ ഈ സ്വരം ആരുടെയാണെന്നറിയാൻ തോമസ് ആൾക്കൂട്ടത്തിനിടയിലൂടെ അടുത്തു ചെന്ന് നോക്കിയപ്പോൾ തങ്ങളുടെ സ്വന്തത്തിൽപ്പെട്ട കല്ലുപാലത്തിങ്കിലെ കുഞ്ഞുമോനാണ് എന്ന് മനസ്സിലായി. PM തോമസിൻ്റെ കണ്ണു നിറഞ്ഞു. ദൈവമേ, എൻ്റെ ഈ സഹോദരൻ രക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ അവൻ അങ്ങയുടെ വേലയ്ക്കൊരു മുതൽക്കൂട്ടാകുമായിരുന്നല്ലോ. അവനെ നിനക്കായി നേടുവാൻ എനിക്ക് കൃപ തരണേ എന്ന് നിശബ്ദമായി പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുനീർ തുടച്ച് വീട്ടിലെത്തി. മുറിയിൽ കടന്ന് കണ്ണുനീരോടെ അവനു വേണ്ടി പ്രാർത്ഥിച്ചു. പെട്ടെന്ന് കുഞ്ഞുമോൻ്റെ മുറിയിലേക്ക് ചെല്ലുവാൻ തോമസിനൊരു നിയോഗമുണ്ടായി. താൻ കയറി ചെല്ലുമ്പോൾ അയാളും അമ്മയും കൂടെ ഇരുന്ന് കരയുന്ന കാഴ്ചയായിരുന്നു താൻ കണ്ടത്. കരയുന്നത് എന്തിനാണെന്ന് ഇരുവർക്കും അറിഞ്ഞുകൂടാ എന്ന് മാത്രമല്ല, തോമസിനെ കണ്ടതും കരച്ചിൽ ഉച്ചത്തിലായി. ദൈവസന്നിധിയിൽ മുട്ടുകുത്തിയപ്പോൾ തന്നെ ദൈവം പ്രവർത്തിക്കുവാൻ തുടങ്ങിയെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. തോമസിനുള്ളിലെ സുവിശേഷകൻ ഉണർന്നു. ദൈവവചനം വ്യക്തമായി അവരുമായി പങ്കുവച്ചു. അവർ രണ്ടുപേരും അന്ന് രാത്രി രക്ഷിക്കപ്പെട്ടു. ഇനിയും കമ്മ്യൂണിസ്റ്റുകാരുടെ പാട്ടുകൾ പാടാനും ലോകത്തിനു വേണ്ടി പാടാനും പോവുകയില്ല എന്ന് താനൊരു തീരുമാനമെടുത്തു. മടങ്ങി വീട്ടിലെത്തിയ തോമസിൻ്റെ ഹൃദയത്തിൽ 2 ആത്മാക്കളെ കൂടി നേടിയതിൻ്റെ വലിയ തിരതള്ളലായിരുന്നു പതഞ്ഞുയർന്നത്. വീണ്ടും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങൾ കടന്നു വന്നു. പക്ഷേ അതിനെ വ്യതിചലിപ്പിക്കുന്ന മറ്റൊരു ചിന്ത അദ്ദേഹത്തെ അലട്ടി. തൻ്റെ മുഖത്തേക്ക് നോക്കുന്ന മാതാപിതാക്കൾ, ഇളയതായ 6 സഹോദരങ്ങൾ. പെട്ടെന്ന് അന്ന് രാത്രി തിരുനക്കര മൈതാനത്ത് കേട്ട ഗാനത്തിൻ്റെ ട്യൂൺ അവിടേക്ക് ഒഴുകി വന്നു. അത് തൂലികയിൽ പ്രവേശിച്ചു. കൊയ്ത്തുണ്ടധികം വേലയുണ്ടേറെ, പോവതിനായി ഇനി ആരുള്ളൂ, ചുടുചേര ചീന്തും ധീരയോദ്ധാക്കൾ ക്രിസ്തുവിനായി എരിഞ്ഞിടട്ടെ. അങ്ങനെ ചുറ്റുപാടുകളിലെല്ലാം ഈ പാട്ട് വ്യാപിച്ചു. കുമ്പനാട്ടിൽ നിന്നും പാസ്റ്റർ KE എബ്രഹാം തന്നെ കാണുവാൻ വരികയും ധൈര്യപ്പെടുത്തുകയും ചെയ്തു. ആ കാലങ്ങളിൽ അനേക യുവാക്കൾ PM തോമസിൻ്റെ യോഗങ്ങളിൽ കൂടെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രതീക്ഷിക്കപ്പെട്ടു. 1953 1 വർഷത്തെ അവധിയെടുത്ത് അഖില കേരള ക്രിസ്തീയ കൂട്ടായ്മയിൽ ചേർന്നു. മിസ്റ്റർ KV ചെറിയാനോടുകൂടെ ചേർന്ന് 1 വർഷം സുവിശേഷ വേല ചെയ്തു. 1954 സ്കൂളിൽ തിരികെ ചേരാൻ സമയമായപ്പോൾ മാരാമൺ മർത്തോമ ചർച്ച് അഖില കേരള ക്രിസ്തീയ കൂട്ടായ്മയുടെ ഒരു സമ്മേളനത്തിൽ അഗസ്റ്റീൻ സലീം ഉൽപ്പത്തി 35 1 മുതൽ 7 വരെയുള്ള ഭാഗത്തു നിന്നും പ്രസംഗിക്കുമ്പോൾ
സ്കൂളിൽ തിരികെ ചേരേണ്ട എന്നും സുവിശേഷ വേലയ്ക്ക് ഇറങ്ങണമെന്നും ദൈവാത്മാവ് പ്രത്യേകമായി സംസാരിച്ചു. 2 ദിനവൃത്താന്തം 25:9 കൂടെ 100 രൂപയ്ക്ക് പകരം ഇതിനേക്കാൾ അധികം നിനക്ക് തരുവാൻ യഹോവയ്ക്ക് കഴിയും എന്നുള്ള വാഗ്ദത്തം തനിക്ക് ലഭിച്ചു. അന്നു തന്നെ ജോലി രാജിവെക്കാനുള്ള തീരുമാനം താൻ എടുക്കുകയായി. ആ രാത്രിയിൽ കർത്താവ് മറ്റൊരു വാഗ്ദത്തം കൂടെ കൊടുത്തത് ഉൽപ്പത്തി 15:1 താൻ ജോലി രാജിവെക്കാൻ പോകുന്നുവെന്ന് ദേശമെല്ലാം ശ്രുതിയായി. ജോലി രാജിവെക്കുമോ എന്ന് ഭയപ്പെട്ട് സ്വന്തക്കാരും സ്നേഹിതരും എല്ലാം അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ദർശനം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ സാക്ഷികളിൽ കൂടിയും പാട്ടുകളിൽ കൂടിയും തൻ്റെ ഹൃദയത്തിൻ്റെ വേദന പങ്കിട്ടുകൊണ്ടിരുന്നു. വീട്ടിലുള്ളവരെ അനാഥരായി വിടുന്നത് തനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പിതാവിൻ്റെയും മാതാവിൻ്റെയും കണ്ണുനീരിനിടയ്ക്ക് താൻ ജോലി രാജിവെക്കുന്നതിനെ പറ്റിയുള്ള സാക്ഷ്യം പറഞ്ഞപ്പോൾ തനിക്ക് ഭ്രാന്തായി തീർന്നു എന്ന് പോലും സഹോദരങ്ങൾ ഉൾപ്പെടെ ചില സ്വന്തക്കാർ സംശയിച്ചു. അങ്ങനെ ഒരു വിധത്തിൽ വീട്ടിൽ വരുമ്പോൾ ഏകാന്തതയുടെ ഒരു അനുഭവമായിരുന്നു തനിക്കുണ്ടായിരുന്നത്. ആ സമയത്ത് 1956 രണ്ടാമതായി എഴുതിയ പാട്ടാണ് ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾക്ക് ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്.